ഈ കാണിച്ചിരിക്കുന്ന SBIയുടെ ക്രെഡിറ്റ് കാർഡ് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും. മറ്റൊന്നുമല്ല, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാട്ടിലും കൂടുതൽ പൈസ നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, 100% നഷ്ടം വരുന്നുണ്ട്. ഒട്ടേറെ ആളുകൾക്ക് ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് SBIയുടെ. മാത്രമല്ല അതിൻ്റെ സിവിൽ സ്കോറും മറ്റ് നമ്മുടെ ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസും അതൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ചില മാളുകളിലും അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ SBIയുടെ ഏജൻറ്റുമാർ വന്നിട്ട് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് വളരെ ഈസി ആയിട്ട് സിമ്പിൾ സ്റ്റെപ്പിലൂടെ നമുക്ക് തരുന്നുണ്ട്. അതിലവർ തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ 490 സംതിങ് രൂപയാണ്. അത് കാർഡിൻ്റെ പേയ്മെൻ്റായിട്ട് അവർ ഫസ്റ്റ് ടൈം തന്നെ എടുക്കും. അതിനുശേഷം ഫാമിലിയിലെ എല്ലാ ആളുകളെയും ചേർത്തുകൊണ്ട്, ആധാർ കാർഡും പാൻ കാർഡും ഉള്ള ആളുകളെ ചേർത്തുകൊണ്ട് ആഡ് ഓൺ കാർഡും തരും. ഇതിനെല്ലാത്തിനും കൂടി ഒരു കാർഡിന് 25,000 മുതൽ 50,000 രൂപ വരെ സ്പെൻഡ് ചെയ്യാനുള്ള എമൗണ്ട് അതിലുണ്ടാവും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു 1000 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് നമ്മൾ ഡ്യൂ ഡേറ്റിന് മുമ്പ് അടച്ചാലും ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് അടച്ചാലും ഫീസിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. നമുക്ക് മനസ്സിലാകാത്ത 1-2 ഫീസ് ഇനങ്ങൾ ഇവർ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു കാർഡിൽ നിന്ന് ക്യാഷ് അവർ ഡ്യൂ ആക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഈ കാർഡ് വാങ്ങിയിട്ട് ഉപയോഗിക്കാത്ത ഒരാൾ നമ്മളെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയപ്പോൾ കാർഡ് പൊട്ടിച്ചിട്ട് പോലുമില്ല. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തും ഈ കാർഡ് കൊടുക്കുകയോ സ്പെൻഡ് ചെയ്യുകയോ ഇതിൽ നിന്ന് എമൗണ്ട് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, യൂസ് ചെയ്തിട്ടേ ഇല്ല. യൂസ് ചെയ്യാത്ത കാർഡിന് ഇപ്പോൾ ഒരു 5,000 രൂപയോളം അദ്ദേഹം അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കാർഡ് മറ്റ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇതേ അവസ്ഥ തന്നെയാണ് വന്നിട്ടുള്ളത്. ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇത്ര % ചാർജ് അവരെടുക്കും, സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇത്ര % എടുക്കും. അതെല്ലാം മറ്റ് ക്രെഡിറ്റ് കാർഡുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, നമുക്ക് ഈ കാർഡ് ക്യാൻസൽ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. ആപ്പിൽ കൂടെ മാത്രമേ കാർഡ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഡ്യൂ ആക്കിയിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് വിളിക്കും. പക്ഷെ നമുക്ക് കാർഡ് ക്ലോസ് ചെയ്യണമെങ്കിൽ മറ്റ് ഓപ്ഷൻസ് ഒന്നുമില്ല. നമ്മൾ സ്പെൻഡ് ചെയ്യാത്ത മണി അതിനകത്ത് പെൻഡിങ് ആയിട്ട് തന്നെ കിടക്കും. ഈ പെൻഡിങ് മണി അടച്ച് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് കാർഡ് ക്ലോഷർ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്താൽ പോലും കാർഡ് ക്ലോസ് ആകാതെ പിന്നെ ലൈവായിട്ട് ഇതിൻ്റെ സർവീസ് ചാർജുകൾ, പല തരത്തിലുള്ള സർവീസ് ചാർജുകൾ 100, 200 തൊട്ട് 400, 1400 വരെയുള്ള എമൗണ്ടുകൾ ഇവരിതിനോട് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാർഡ് വളരെ അപകടകാരിയാണ്. അതുകൊണ്ട് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് മണി ഇതിൽ നിന്ന് നമുക്ക് ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ മനസ്സിലാകുള്ളൂ. ആപ്പ് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരാൾ നമ്മുടെ ഓഫീസിൽ ഇത് കൊണ്ടുവന്നപ്പോഴാണ്, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ വീണ്ടും ഡ്യൂടെ കാണിക്കുന്നത്. അത് കാർഡ് പൊട്ടിച്ചിട്ട് പോലും ഇല്ല, ആ കാർഡ് എങ്ങും കൊടുത്തിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം വരുന്നത്. അപ്പോൾ അത് എടുത്ത് കൊടുത്തത് SBIയുടെ ബാങ്കിൻ്റെ അകത്തുള്ള ഒരു ഏജൻറ്റ് തന്നെയാണ്. പക്ഷേ ആ ഏജൻറ്റ് അത് ക്ലോസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ, എന്തിനാണ് ഈ മണി എൻ്റെ കയ്യിൽ നിന്ന് ഇത് സ്പെൻഡ് ആയത്, ഇപ്പോൾ ഒരു 2000-3000 രൂപയോളം പോയി, എന്തിനാണെന്ന് ചോദിച്ചിട്ട് അവർക്ക് യാതൊരു മറുപടിയില്ല. അവർ പലതരത്തിലുള്ള ഫീസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ കൂടെ GST വരെ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഉപയോഗിക്കാത്ത കാർഡിന്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഈ കാർഡ് നമുക്ക് ഭയങ്കര നഷ്ടമാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കടബാധ്യതയിലേക്കായിട്ട് മാറും. അതുകൊണ്ട് ഈ കാർഡ് എടുത്ത് പെട്രോൾ അടിക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും സ്വൈപ്പ് ചെയ്യാൻ ഇത് കൊടുക്കുകയും ചെയ്യരുത്. ഡെബിറ്റ് കാർഡ് മാത്രം ഉപയോഗിക്കുക. ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പെട്രോൾ അടിച്ചാൽ മതി എന്ന് വിചാരിക്കുക. കാരണം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് മന്ത്ലി ഈ പെട്രോളിൻ്റെ എല്ലാം പൈസ അങ്ങ് കൊടുക്കുക എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യാതിരിക്കുക.
നമ്മുടെ സ്കോറും നമ്മുടെ സിബിലും നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും എല്ലാം കൂടെ നോക്കിയിട്ട് നമുക്കൊരു ബാങ്ക് തരുന്നത് പോലെ അല്ല SBIയുടെ ക്രെഡിറ്റ് കാർഡ്. അതാരെങ്കിലും സാധാരണക്കാർക്ക് കിട്ടുന്നതാണ്. അത് എടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് എടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ കാർഡ് ബ്ലോക്ക് ചെയ്യുകയോ അല്ലെ ക്ലോസ് ചെയ്യുകയോ ചെയ്യണം, ആപ്പിൽ കൂടെ മാത്രം. പിന്നെ അതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, സൈറ്റിൽ കൂടി ഒരുപാട് തവണ ശ്രമിച്ചാൽ മാത്രമേ അത് ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പെൻഡിങ് ഡ്യൂ എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ ക്ലോസ് ചെയ്യണം. പരാതി കൊടുത്താലൊന്നും യാതൊരു റിപ്ലൈ ഇല്ല, കസ്റ്റമർ കെയറിന് മറുപടിയില്ല. മെയിൽ അയച്ചാലും ഓട്ടോമാറ്റിക് റിപ്ലൈ ആണ്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് വേണം ഈ കാർഡ് യൂസ് ചെയ്യാനായിട്ട്.